നമ്മുടെ നാട്ടിൽ നിലനിന്നിട്ടുണ്ടായിരുന്ന കുറേ ചടങ്ങുകളും ആചാരങ്ങളൊക്കെ ഇപ്പോൾ പലരും ഓർക്കാറില്ല അല്ലേ? ഇപ്പോഴത്തെ തലമുറയ്ക്കൊന്നും അതിനെപ്പറ്റി വലിയ നിശ്ചയവുമില്ല. ഞങ്ങളുടെ ഇവിടെയൊക്കെ കർക്കിടക മാസം സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ കലിയന് കൊടുക്കുക എന്നുള്ള ഒരു ചടങ്ങ് നടത്താറുണ്ട്. ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ അതിനുള്ള സൗകര്യങ്ങൾ കുറവായതുകൊണ്ട് ഞാൻ മക്കളെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഈ കലിയന് കൊടുക്കുക എന്നുള്ള ചടങ്ങ് നടത്തുന്നത് വീട്ടിലെ ദുരിതവും പട്ടിണിയൊക്കെ മാറ്റി ഈ കർക്കിടക മാസത്തിൽ ഐശ്വര്യവും സമൃദ്ധിയൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഈ ചടങ്ങ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ തയ്യാറാക്കി വെക്കേണ്ടതുണ്ട്. പച്ചീർക്കലും പ്ലാവിലയും വാഴക്കൈയും ഒക്കെ വെച്ചിട്ട് നമ്മൾ പല രൂപങ്ങളും ഇതിന് വേണ്ടിയിട്ട് ആദ്യം തയ്യാറാക്കി വെക്കും. ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു മുറത്തിൽ പലതരത്തിലുള്ള ചോറ്, തേങ്ങാവെള്ളം, അട ഇതൊക്കെ എടുത്ത് വയ്ക്കും. വിളക്ക് കത്തിച്ചിട്ട് ചൂട്ടും കിണ്ടിയിൽ വെള്ളവുമായിട്ട് വീടിന് 3 തവണ വലം വയ്ക്കും. അതിൻ്റെ കൂടെ കലിയാ കലിയാ കൂന്ന് ഉറക്കെ വിളിച്ച് പറയുകയും വേണം. 3 തവണ വീടിന് വലം വെച്ച ശേഷം ഇവിടെ ഇപ്പോൾ മാവിൻ്റെ ചുവട്ടിലാണ് കലിയനെ വെച്ച് കൊടുത്തിട്ടുള്ളത്. അടുത്ത വർഷം നിറയെ കായ്ഫലം കിട്ടണേ എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഓരോ സാധനങ്ങളും എടുത്ത് വയ്ക്കുക. ഞാനൊക്കെ കുട്ടിയായിരുന്ന സമയത്ത് വീട്ടിൻ്റെ അടുത്തുള്ള എല്ലാ കുട്ടികളും ഒന്നിച്ചാണ് എല്ലാ വീടുകളിലും വന്നിട്ട് കലിയനെ വിളിക്കുക. എന്നിട്ട് എല്ലാ വീട്ടിൽ നിന്നും ചായയും അടയൊക്കെ കഴിച്ചിട്ട് വയറ് നിറച്ചിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചു വരിക. അന്ന് പിന്നെ രാത്രി ഭക്ഷണമൊന്നും വേണ്ടി വരില്ല, വയറ് അത്രയ്ക്ക് നിറഞ്ഞിട്ടുണ്ടാവും. ഇന്നിപ്പോൾ മക്കൾ അമ്മേൻ്റെ കൂടെ ഇങ്ങനെ കലിയനെ വിളിച്ച് വരുന്ന സമയത്ത് ശരിക്കും പണ്ടത്തെ ആ കുട്ടിക്കാലം മിസ് ചെയ്തു കേട്ടോ. മക്കൾ രണ്ടാളും നല്ല ആവേശത്തോട് കൂടിയിട്ടാണ് അമ്മയുടെ കൂടെ ഈ ചടങ്ങുകൾക്കൊക്കെ നിന്ന് കൊടുക്കുന്നത്. നമ്മുടെ എത്രയൊന്നും അനുഭവങ്ങളില്ലെങ്കിലും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ അവർക്കും പിന്നീട് ഓർക്കാമല്ലോ, നമ്മളിപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്ന പോലെ. അനുഭവങ്ങൾ ഉണ്ടായാലല്ലേ ഓർമ്മകൾ ഉണ്ടാവൂ അല്ലേ?